പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, രാത്രി ഏറെ വൈകിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് വെക്കാം. ഇത് നിങ്ങളോട് എൻ്റെ സത്യസന്ധമായ ഒരു അനുഭവം കൂടിയാണ്. ഞാനിന്ന് കൂടുതൽ നമ്മളെ പേജിൽ ഇപ്പോൾ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാർത്തകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 3 വാർത്തകൾ ഇന്ത്യയിൽ നിന്ന് നീക്കം ചെയ്തു. ആ 3 വാർത്തകൾ ഏതൊക്കെ നിങ്ങൾക്കറിയോ? ഒന്ന്, നിങ്ങൾ ഈ കാണുന്ന വാർത്ത, അതായത് രാവിലെ ഞാനിട്ട സോഷ്യൽ മീഡിയയിൽ ലൈവുമായി പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആ വാർത്ത, അത് ഇന്ത്യയിൽ നീക്കം ചെയ്തിട്ടുണ്ട്. ആ വാർത്ത കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വാർത്തയാണ്, അർദ്ധരാത്രിയിൽ പരിതാപകരമായ വീഡിയോയിലൂടെ വിദ്യാർത്ഥികളെ അപമാനിക്കരുത്, പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ ഒരു വാർത്ത, അതും നീക്കം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കള്ളം പറയുന്നത് നിർത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു 2-3 മണിക്കൂർ മുമ്പ് പെല്ലറ്റ് കൊണ്ട് പരിക്കേറ്റ യുവാവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി രാഹുൽ, സർക്കാരും പോലീസും പ്രതിരോധത്തിൽ എന്ന് പറയുന്ന ഈ വാർത്തയും ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. അതായത് ഈ സമരവുമായി ബന്ധപ്പെട്ട്, നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രതിഷേധങ്ങളെയൊക്കെ, രാഹുൽ ഗാന്ധിയുടെ രണ്ട് പ്രസ്താവനകളെ, പ്രതിഷേധങ്ങളെയാണ് ഇന്ന് നീക്കം ചെയ്തിട്ടുള്ളത്. കൂട്ടത്തിൽ പ്രധാനമന്ത്രിയുടെ ഒരു ലൈവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും നീക്കം ചെയ്തിരിക്കുന്നു. എന്തതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രം നിങ്ങൾക്ക് ആ വാർത്ത ഇപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. മറ്റു ദുബായിലും മറ്റു GCCകളിലൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷെ ഇന്ത്യയിൽ അത് വേണ്ട. നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതായത് ഒരു സംഭവിച്ച വാർത്തയെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ലൈവിൽ വന്നിട്ടുണ്ട്. അത് വാർത്ത ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ലൈവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായവും പ്രതിഷേധവും നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് വാർത്ത ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ പോലീസിന്റെ അതിക്രമത്തിൽ ഡൽഹിയിൽ പെല്ലറ്റുകൾ കൊണ്ട ആ ശരീരത്തെ പൊതുമാധ്യമത്തിന്റെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടിയ രാഹുൽ ഗാന്ധി, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ തുറന്നു കാട്ടിയ വാർത്ത ചെയ്യാൻ പറ്റൂല. ആലോചിച്ചു നമ്മളൊരവസ്ഥ. നമ്മളെ ഈ സോഷ്യൽ മീഡിയ ജീവിതത്തിലെ പല നിലക്കും പലതായ അഭിപ്രായങ്ങൾ നമ്മൾ പറയും. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ പോലും ഇവര് ബാൻ ചെയ്തിരിക്കണം. നാളെ ചിലപ്പോൾ നമ്മളെ പേജ് പോലും ബാൻ ചെയ്യാൻ സാധ്യതയുണ്ട്. പോണെങ്കിൽ പോട്ടെ. പക്ഷേ അഭിപ്രായത്തെ നമുക്ക് നിർത്താൻ കഴിയുമോ? ഇതല്ലെങ്കിൽ മറ്റൊരു പ്ലാറ്റ്ഫോമിലൂടെ നാവ് അരിയുന്നത് വരെ, അല്ലേ, നമ്മളെ നാവ് പിടിച്ച് അരിയുന്നത് വരെ നമ്മൾ സംസാരിക്കും. എഴുതാൻ കഴിയുന്നിടത്തോളം നമ്മൾ എഴുതും. അതിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ പ്രതിഷേധിക്കുന്ന ശബ്ദങ്ങളെ ഇല്ലാതെയാക്കാം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ഒരു മിഥ്യാധാരണ. രാജ്യത്തിൻ്റെ ചരിത്രം അറിയില്ലേ? ഏതായാലും ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചു എന്ന് മാത്രം. ഡൽഹിയിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകൾ കൊടുക്കുന്നതിനൊക്കെ ഇങ്ങനെയൊക്കെ ബാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടി ഇന്നത്തെ 3 വാർത്തകളുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ല. സംഭവിക്കുന്നതിന് മുമ്പ് വീണ്ടും പറയുന്നു എന്ന് മാത്രം. നമ്മളെ അനുഭവം നിർത്തുന്നു. നന്ദി.